ഇത് കേട്ടതും ആ കൂട്ടത്തിലൊരു തത്ത വളരെ ദയനീയമായി മരച്ചില്ലയിൽ നിന്നും പിടഞ്ഞു വീണ് പിടഞ്ഞ് മരിക്കുകയായിരുന്നു. കണ്ട വ്യാപാരിക്ക് ഭയങ്കര വിഷമമായി. അദ്ദേഹം ആ വിഷമത്തോടു കൂടി തിരിച്ച് തുർക്കിയിലെ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തത്ത ചോദിച്ചു, എനിക്ക് സന്തോഷകരമായ എന്ത് വാർത്തയാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്? വ്യാപാരി വിഷമത്തോടുകൂടി പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് നീ പറഞ്ഞതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോ നിന്റെ ഒരു ബന്ധുവാണോ അതോ നിന്റെ ഇണയാണോ ആരാണോ എന്ന് എനിക്കറിയില്ല, ഉടനെ അവിടെ പിടഞ്ഞു വീണ് മരച്ചില്ലയിൽ നിന്നും പിഴഞ്ഞു വീണ് ജീവൻ വെടിയുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും വ്യാപാരിയുടെ തത്ത ഉടനെ ആ കൂട്ടിൽ കിടന്ന് പടഞ്ഞ് മരിച്ചു. വ്യാപാരി വളരെ ദുഃഖത്തോടും വിഷമത്തോടും കൂടി കൂട്ടിൽ നിന്നും തത്തയെ പുറത്തെടുത്ത് കൈകളിൽ വളരെ വിഷമത്തോടുകൂടി വച്ച് താഴെ നിലത്ത് വെച്ചു. തത്ത ഒന്ന് കുടഞ്ഞെഴുന്നേറ്റിട്ട് ഒരു ഒറ്റ പറക്കലങ്ങ് കൊടുത്തു. ഇന്ത്യയിലെ തത്ത അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിരുന്നു. ഈ കൂട്ടിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് പഠിപ്പിക്കുകയായിരുന്നു ആ ഗുരുനാഥൻ. നിങ്ങളുടെ ജീവിതം എന്ന ഈ കാരാഗ്രഹവാസത്തിൽ, വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ കാരാഗ്രഹവാസത്തിൽ നിങ്ങൾ കിളിക്കൊഞ്ചലിന്റെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ പിറകെ, ആ നശ്വരമായ ആ ജീവിതത്തിന്റെ പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നുമല്ല ജീവിതം. അതെല്ലാം അവിടെ മടക്കി വച്ചുകൊണ്ട് എല്ലാം സ്വസ്ഥമാക്കി മരിച്ചു വീണാൽ അവിടെ നിന്നും നിന്റെ യഥാർത്ഥ ജീവിതം, സ്വതന്ത്രമായ ജീവിതം നിനക്ക് സാധ്യമാകും എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ തത്ത. അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്.